പാർട്ടിയുടെ തീരുമാനം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി ശിഹാബ് തങ്ങൾ വെള്ളിയാഴ്ച വന്ന് നമുക്ക് കൊടുക്കുമ്പോൾ നല്ല സ്ഥലത്ത് നല്ല വീട് നിർമ്മിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും വലിയ ആർക്കിടെക്ട് ടോണിയെ ആർക്കിടെക്ട് ആക്കിയിട്ട് ടോണിയാണ് ഇതിനെ ഡിസൈൻ ആരംഭിച്ചത്. 3 ബെഡ്റൂമാണ് ഒരു സിറ്റം ഉണ്ട്. പിന്നെ കോട്ടിയാടൊക്കെ വരുമ്പോൾ 1900 വരും, 1400 സ്ക്വയർ ഫീറ്റ് വരും. മുസ്ലിം ലീഗ് മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതർക്കായി പ്രഖ്യാപിച്ച വീടുകളുടെ നിർമ്മാണ ഉദ്ഘാടനം അല്പസമയത്തിനകം ആരംഭിക്കും. ഇപ്പോൾ സംഘാടക സമിതി കൺവീനർ കൂടിയായിട്ടുള്ള പി കെ ബഷീർ എം എൽ എ നമ്മോടൊപ്പം ചെയ്യുകയാണ്. ഏറെ വിവാദങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോഴത്തെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുന്നത്. വിവാദമൊന്നുമില്ല, വിവാദം ഓരോരുത്തരും ഉണ്ടാക്കിയതാണ്, വിവാദമൊന്നുമില്ല. ഇത് നമ്മൾ നല്ല ഭൂമി കാര്യങ്ങളൊക്കെ നോക്കി പാവപ്പെട്ടവർക്ക് ദുരന്തബാധിതർക്ക് വീടിൻ്റെ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു വീട് നിർമ്മിച്ചു കൊടുക്കാന്നുള്ളത്. അതിന് കണ്ട സ്ഥലങ്ങളൊക്കെ കണ്ടു. ആ സ്ഥലങ്ങൾ കണ്ട് അതിനെ പിന്നെ ഒരു വിഷയം വരുമ്പോഴുണ്ടോ അപ്പോൾ നിയമപരമായിട്ട് നോക്കി നമ്മൾ അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തു, നമുക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിക്കാം. അത് നമ്മൾ 100% സമ്മതി. നമ്മുടെ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. എല്ലാവരും നമുക്കങ്ങനെ ഒരു വിഷയങ്ങളുണ്ടായി, വാർത്തകൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കുമല്ലോ. രാഷ്ട്രീയ എതിരാളികളല്ലേ, രാഷ്ട്രീയ എതിരാളികൾ വിമർശിക്കാതെ നിൽക്കുമോ? അതൊക്കെ അവർ ജനാധിപത്യ സംവിധാനത്തിലുള്ളതല്ലേ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കാണുന്നുള്ളൂ. ഇത് പാവപ്പെട്ടവർക്ക് ഉണ്ടാക്കുന്ന വീടാ, ദുരന്ത ബാധിതർക്ക് കൊടുക്കുന്ന വീടാ. സർക്കാർ തന്നെ പറയുന്നുണ്ടല്ലോ, സർക്കാരിൻ്റെ ലിസ്റ്റിൽ വരാത്ത ആളുകൾക്ക് സർക്കാർ 15 ലക്ഷം കൊടുക്കും. അവർ സന്നദ്ധ സംഘടനകളിൽ പോവുകയാണെങ്കിൽ 15 ലക്ഷം രൂപ കൊടുക്കും സർക്കാർ പറഞ്ഞു. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ കൊടുത്ത് സർക്കാരിൻ്റെ ലിസ്റ്റിൽ വന്ന ആളുകൾക്ക് 15 ലക്ഷം രൂപ ലഭിക്കുകയും ചെയ്തു. നമ്മൾ അവർക്ക് തന്നെയാണ് വീട് കൊടുക്കുന്നത്. അത് വളരെ ഇതാണ്. പിന്നെ വിവാദം എന്തിനും ഉണ്ടാക്കാമല്ലോ. നമ്മൾ ഈ ഭൂമി കാര്യങ്ങൾ ഞങ്ങൾ തന്നെ നിയമപരമായ കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ കണ്ണായ സ്ഥലത്ത് നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മൾ ഇതിന് ഒരു വിഷയം എന്ന് വെച്ചാൽ ദുരന്ത ബാധിതർക്ക് സ്ഥലം വേണം. ഇവിടെ മേപ്പാടി പഞ്ചായത്തിൽ വേണം. അപ്പോൾ നമ്മുടെ പാർട്ടിയുടെ തീരുമാനം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി ശിഹാബ് തങ്ങൾ വെള്ളിയാഴ്ച വന്ന് നമുക്ക് കൊടുക്കുമ്പോൾ നല്ല സ്ഥലത്ത് നല്ല വീട് നിർമ്മിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും വലിയ ആർക്കിടെക്ട് ടോണിയെ ആർക്കിടെക്ട് ആക്കിയിട്ട് ടോണിയാണ് ഇതിനെ ഡിസൈൻ ആരംഭിച്ചത്. 3 ബെഡ്റൂമാണ് ഒരു സിറ്റം ഉണ്ട്. പിന്നെ കോട്ടിയാടൊക്കെ വരുമ്പോൾ 1900 വരും, 1400 സ്ക്വയർ ഫീറ്റ് വരും. ഭാവിയിൽ അവർക്ക് അപ്സ്റ്റെയർ ഉണ്ടാക്കാം. നമ്മളത് അവർക്ക് ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ടാണ് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ 12 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞാൽ കൈമാറ്റം ചെയ്യാനുള്ളതൊന്നും നമ്മൾ പറയുന്നില്ല. വേഗം കൊടുക്കും, ഏറ്റവും വേഗം. എല്ലാവർക്കും സെപ്പറേറ്റ് അങ്ങനെയാണ് നമ്മൾ വിഭാഗം ചെയ്യുന്നത്. അപ്പോൾ തന്നെ വേഗം കൊടുക്കും, ഒരു കാലതാമസം ഉണ്ടാവില്ല. നമ്മൾ കരാറുകാരോട് 6 മാസം കൊണ്ട് തീർക്കാൻ തുടങ്ങുന്നത്. അവർ 8 മാസമാണ് പറഞ്ഞിട്ടുണ്ട്. 6 മാസം കൊണ്ട് വേണമെങ്കിൽ പൂർത്തീകരിച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്.